അങ്ങനെ രാവിലെ എഴുന്നേറ്റ് നേരെ പോയത് ടെറസിലോട്ടായിരുന്നേ. പിന്നെ പോയി ഒരു ചായ ഏത്തക്കപ്പം എല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പാലസിലെല്ലാം പോയി അവിടെ എല്ലാം ചുറ്റിക്കറങ്ങി നടന്ന് കണ്ടിട്ട് പിന്നെ പോയത് വിശ്വേശ്വരം മ്യൂസിയത്തിലോട്ടാണ്. അവിടെ നല്ല രസമായിരുന്നേ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കുക. പിന്നെ അവിടെ നിന്ന് നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് അടിപൊളിയായിരുന്നു ഇങ്ങനെ സംസാരിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വിശ്വേശ്വരം മ്യൂസിയത്തിലല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് കാണാൻ. പിന്നെ അവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ ഈ ഡിനോസർ ആയിരുന്നു. എല്ലാവരും ക്യാമറ കൊണ്ട് ഇവന്റെ പുറകിലായിരുന്നേ. ഞങ്ങൾക്ക് പോകാൻ ഉച്ചക്കായിരുന്നേ ട്രെയിൻ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും സമയം കളയാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം കുറച്ച് നേരം നിന്നിട്ട് നേരെ പോയത് ചിക്ബനാവേരയിലോട്ടായിരുന്നു. അവിടെ നിന്നായിരുന്നു നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണ്, അതുകൊണ്ട് ഇതിലധികം തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ചായ കുടിച്ചുകൊണ്ട് ഞാനൊരു ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂട്ടായി കിട്ടിയത് ഈ കിടക്കുന്ന അമ്മൂമ്മയായിരുന്നേ. ഉച്ചയ്ക്ക് കഴിക്കാൻ ഒരു മലയാളി ഹോട്ടലിൽ നിന്ന് ഒരു പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പൊതിച്ചോറിന്. രാത്രി ആയപ്പോഴത്തേന് ഈ പോകിൽ ഞങ്ങളല്ലാണ്ട് വേറെ ഒരാൾ പോലും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തോട്ട് കാഴ്ചകളെല്ലാം കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് എന്തൊക്കെയാണല്ലേ പോകുന്നത്. ഓരോന്ന് ആലോചിച്ച് നമ്മൾ വേറെ ഏതോ ലോകത്തോട്ടാണ് പോകുന്നല്ലേ. നിങ്ങൾക്കും അങ്ങനെയൊക്കെയല്ലേ? അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ കാണാം. ബൈ.